പലപ്പോഴും വിൽപ്പനയ്ക്കായി നിങ്ങളുടെ പ്രോപ്പർട്ടി സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ വേണ്ടത്ര അറ്റൻഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം നല്ല രീതിയിൽ പ്രോപ്പർട്ടിയുടെ ഇമേജസും വീഡിയോയും ഉൾപ്പെടുത്തി ഒരു പ്രൊഫൈൽ തയ്യാറാക്കാത്തതാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി അത് സ്ഥലമോ വീടോ റിസോർട്ടോ ഹോട്ടലോ എന്തുമാകട്ടെ, ക്യാമറ, ഡ്രോൺ, ഗോപ്രോ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പ്രൊഫൈൽ തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കേരള റിയൽ എസ്റ്റേറ്റ്.com ഈ സേവനം ഇപ്പോൾ സെല്ലേഴ്സിനായി നൽകി വരുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വീഡിയോ പ്രൊഫൈൽ തയ്യാറാക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് പോർട്ടലുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചേർത്തലയ്ക്കടുത്ത് കണിച്ചുകുളങ്ങരയിൽ 40 സെന്റ് പ്രൈം കൊമേഴ്ഷ്യൽ ലാൻഡ് വിൽപ്പനയ്ക്ക്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ടടുത്ത് വരുന്ന ഈ പ്രോപ്പർട്ടി ടൗണിന് സമീപം ഏറ്റവും പ്രൈം കൊമേഴ്ഷ്യൽ ഏരിയയിലാണ്. NH66 സ്പേസിംഗോട് കൂടി കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിന് 2 കിലോമീറ്റർ മാറി NHൽ നിന്നുമുള്ള കളത്തിവീട് റോഡിലാണ് ഈ ലാൻഡ്. എത്ര അന്വേഷിച്ചിട്ടും നല്ല പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടിയില്ലേ? ഡോണ്ട് വറി. മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയിൽ ലഡാക്ക് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് ഈ കൊമേഴ്ഷ്യൽ പ്ലോട്ട് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ അരിപ്പാലം എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 59 സെന്റ് റെസിഡൻഷ്യൽ ലാൻഡാണ് സെയിലായി വന്നിട്ടുള്ളത്. അരിപ്പാലം ജംഗ്ഷനിൽ നിന്നും അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വളരെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം നിർമ്മിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം നോക്കി നടക്കുകയാണോ? എങ്കിൽ ഇനി നോക്കണ്ട. എറണാകുളത്തെ കുറുപ്പമ്പടിയിൽ ഐമുറി എന്ന പ്രദേശത്ത് ഒരു അത്യുഗ്രം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഏക്കർ റെസിഡൻഷ്യൽ ലാൻഡാണ് ഈ കാണുന്നത്. മൂന്നാറിൽ നിന്നും വെറും 21 കിലോമീറ്റർ മാത്രമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു കിടിലൻ പ്രോപ്പർട്ടിയിലേക്ക്. വർഷങ്ങൾ പോകുന്തോറും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവും കൂടി വരുന്നു. ഈ സാഹചര്യത്തെ മുൻനിർത്തി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏത് തരം പ്രൊജക്ടുകളും പ്രാവർത്തികമാക്കാം.